നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ കണി കണ്ടത് ആളെ കിട്ടിപ്പോയി മതി. ഒരു മിനിറ്റ്, ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ള പെർമിഷൻ എനിക്ക് തരണം. തന്നിരിക്കുന്നു, ചോദിച്ചോളൂ. ഷൈൻ്റെ ഒരു സങ്കല്പത്തിൽ ദൈവസങ്കല്പം എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവം എന്താണ്? ദൈവസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് എൻ്റെത്. ആക്ച്വലി നമ്മൾ മനുഷ്യരായിരിക്കുന്നത് കൊണ്ടും ഈ രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ടും ദൈവത്തിന് മനുഷ്യന്റെ രൂപം അല്ലേ? നീ കാര്യം പറയട ചക്ക. ശരിക്കും ആ രൂപത്തിലായിരിക്കുമോ ദൈവം? അതിപ്പോ പറയാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഉറുമ്പായിരുന്നെങ്കിൽ ദൈവത്തിന്റെ രൂപം ഉറുമ്പായനെ. നമ്മളിപ്പോൾ ആനയാണെങ്കിൽ ദൈവത്തിന്റെ രൂപം ആനയായിരുന്നേനെ അല്ലേ? ഒരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. നമ്മളുടെ ഇപ്പൊ ഏത് രൂപത്തിലാണോ അഹം ഞാൻ, ആ രൂപത്തിൽ തന്നെയാണ് ദൈവം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ മോനെ ഒന്ന് ആലോചിക്കണയാണേലും എവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല. ദൈവവിശ്വാസികളാണോ ചേട്ടൻ? ദൈവവിശ്വാസിയാണോ? ഈ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള വിശ്വാസമാണോ സ്നേഹമാണോ? ദൈവഭയം എന്നാണ് പറയാറ് സാധാരണ. ഗോഡ് ഫിയറിംഗ്, ദൈവഭയം എന്നാണ് എല്ലാവരും പറയാറ്. ഭയമാണ് ദൈവത്തിന്. അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല. അങ്ങനെ പറയരുത്. അതാണോ? ഇല്ല, ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. മരിച്ച പോണത് ദൈവത്തിന്റെ അടുത്തേക്കല്ലേ? ഇഷ്ടദൈവന്റെ അടുത്തേക്ക് മരിക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത് കഴിയും. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. നമ്മുടെ നാട്ടിലെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവഭയത്തിൽ നിന്നുണ്ടായതും ദൈവത്തിന്റെ അടുത്തേക്ക് പോവാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തതുമാണ് അല്ലേ? അതെ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കോ സാമീപ്യത്തിലേക്കോ എത്താനല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ ഒരു മതങ്ങളും പഠിപ്പിക്കുന്നില്ല. നന്നായി ജീവിച്ചാൽ കുറെ കാലം ഇവിടെ ജീവിക്കാം പഠിപ്പിക്കണം. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? അപ്പൊ മോശമായിട്ട് ജീവിക്കുന്ന കുറച്ച് ഞങ്ങളെ പോലുള്ളവരല്ലേ ദൈവത്തിനെ ശരിക്കും സ്നേഹിക്കുന്നവര്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. മോശമാണോ അതിന് ഷൈൻ? മോശമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മോശം, എനിക്കങ്ങനെ തോന്നിയില്ല. അപ്പൊ പിന്നെ എന്താ പ്രശ്നത്തില്? എല്ലാ കേസും സോൾവ്. നമ്മൾ എന്നോട് പറയും, നീ എന്തിനാണ് ഈ വലിച്ച് സ്വയം ശരീരം കേടാക്കുന്നതെന്ന്. ശരീരം കേടായ പെട്ടെന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് എത്താം. എന്തോരും പറഞ്ഞേ പറ. താൻ തൊണ്ടി വെടികൊണ്ട പന്നിയായി നിൽക്കണേ. ശരിക്കും ദൈവവിശ്വാസികൾ ആരാ? അതായത് ഡെയിലി നന്നായി ജീവിച്ച് ഹെൽത്തൊക്കെ നോക്കി ദൈവത്തിൻ്റെ അടുത്ത്, ദൈവമേ എനിക്ക് നല്ലെല്ലാം തരണേ, അനുഗ്രഹങ്ങൾ തരണേ, ആയുസ് തരണേ. എടാ നിനക്ക് ആയുസ് വേണം, അപ്പം എൻ്റെ അടുത്തേക്ക് വരുന്നില്ലേ എന്ന് ദൈവം ചോദിച്ചാൽ എന്താ ചെയ്യുക നമ്മൾ? പണ്ഡിതനാണെന്ന് തോന്നുന്നു. അയ്യോ അത് വേണ്ട, ദൈവം അവിടെ ഇരുന്നോ, ഞാൻ അവിടെ ഇരുന്നോളാം അല്ലേ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ നമ്മുടെ വിശ്വാസം അല്ലേ? നല്ല മനുഷ്യനാ, പക്ഷെ ഒരുമാതിരി ഊട സ്വഭാവ. അതുകൊണ്ട് എന്റെ പൊന്ന് സാറേ, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കര ഇടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം.